നമ്മൾ സെൻറ്റർ ക്ലിപ്പിൽ ജാസ്മിൻ ബഡ്സ് വെച്ചിട്ട് ഇതാണ് ചെയ്തെടുക്കാൻ പോകുന്നത്, ഒരു ക്ലിപ്പാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് സെൻറ്റർ ക്ലിപ്പ് വേണം, അതുപോലെ തന്നെ പ്ലെയിൻ കളർ ഫോം ഷീറ്റ് ഓർ നമ്മുടെ ബ്ലാക്കിൻ്റെ ഫെൽറ്റ് ഷീറ്റോ ആണ് ആവശ്യം. എൻ്റെ കയ്യിൽ ഈ രണ്ട് സാധനം സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ ഗിൽട്ടർ ഫോം ഷീറ്റ് ഉണ്ടല്ലോ, ഗിൽട്ടർ ഫോം ഷീറ്റ് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് പോളൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം, അത് ഞാൻ ആക്ച്വലി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. പക്ഷേ എനിക്ക് പേഴ്സണലി ആ ഒരു മോഡൽ, അതായത് പോളൻ വിത്ത് ജാസ്മിൻ ബഡ്സിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് ചെയ്തില്ല. വെറും ജാസ്മിൻ ബഡ്സ് വെച്ചിട്ട് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ ഫെൽറ്റ് ഷീറ്റാണെങ്കിലും ഫോം ഷീറ്റാണെങ്കിലും ആദ്യം ക്ലിപ്പിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര ലെങ്ത്താണ് വേണ്ടതെന്ന് നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങളത് കട്ട് ചെയ്തെടുക്കുക. ഞാൻ പിശുക്കി അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു തുണ്ട് പോലും വേസ്റ്റ് ആക്കാറില്ല. അപ്പം ഞാനെല്ലാം അളന്നിട്ടേ എടുക്കാറുള്ളൂ. ഫോം ഷീറ്റാണെങ്കിൽ കുഞ്ഞൊരു പീസ് ബാലൻസ് വന്നാൽ കൂടെ ഞാനത് പിന്നീട് എന്തിനെങ്കിലൊക്കെ യൂസ് ആവുമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വയ്ക്കുന്ന ഒരു സൈക്കോ ആണ് ഞാൻ. അപ്പം ഞാൻ അതിൻ്റെ അളന്നിട്ട് ഒരു കുഞ്ഞു പീസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ക്ലിപ്പിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നമുക്കിതിങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഇങ്ങനെ എൻഡ് സൈഡ് ഉണ്ടല്ലോ, ഈ ക്ലിപ്പിൻ്റെ അറ്റത്ത് വന്നിട്ട് ഇങ്ങനെ റാ മോഡൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി നമുക്ക് ക്ലിപ്പ് ഇങ്ങനെ വെച്ചിട്ട് 4 സൈഡും വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ എനിക്ക് തോന്നി കുറച്ചുകൂടെ ബെറ്റർ നമ്മളിങ്ങനെ ഒപ്പം മടക്കി പിടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണമായിരിക്കും ബെറ്റർ എന്ന് തോന്നിയായിരുന്നു ഞാനിങ്ങനെ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഗിൽട്ടർ ഫോം ഷീറ്റ് നിങ്ങളുടെ കയ്യിൽ വേറെ മെറ്റീരിയൽ ഇല്ലെങ്കിൽ മാത്രം ഗിൽട്ടർ ഫോം ഷീറ്റ് എടുത്താൽ മതി. ഇതൊരു വൃത്തികെട്ട ഗിൽട്ടർ ഷീറ്റാണ്, കയ്യിൽ തൊട്ടാൽ തന്നെ ഗിൽട്ടായി പോകും കേട്ടോ. എനിക്ക് ഇത് ക്വാളിറ്റി കുറഞ്ഞ, ഞാൻ വാങ്ങിച്ചതിൽ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയൊരു സാധനമാണ്. നമ്മൾ തൊട്ടാൽ തന്നെ കയ്യിൽ ഭയങ്കരമായിട്ട് ഗിൽട്ടാവും. എന്തോ ദൈവം സഹായിച്ച് ഈ കുന്തം എൻ്റെ കയ്യിൽ കഴിയാനായി, അതായത് ഈ ക്വാളിറ്റി കുറഞ്ഞ ഗിൽട്ടർ ഷീറ്റൊക്കെ കഴിയാനായി. അപ്പം ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക്, എൻ്റെ കുട്ടികൾക്ക് ചെയ്യാൻ മാത്രം ഞാൻ ഇങ്ങനത്തെ ഈ ക്വാളിറ്റി കുറഞ്ഞതൊക്കെ എടുക്കുകയുള്ളൂ. ബാക്കി നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യണതൊക്കെ ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്, അതായത് ക്വാളിറ്റി കൂടിയ സാധനങ്ങൾ തന്നെയാണ് സെയിൽ ചെയ്യണത്. ആക്ച്വലി ഗിൽട്ടർ ഷീറ്റ് വന്നിട്ട് ഒരു ഷീറ്റിന് വന്നിട്ട് ക്വാളിറ്റി കൂടിയത് ഞാൻ 17 രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത്. അതായത് ഹോൾസെയിലായിട്ടൊന്നുമല്ല, ഞാൻ ഇവിടെ തൊട്ടടുത്ത ബുക്ക് സ്റ്റാളിൽ നിന്നാണ് വാങ്ങിക്കുന്നത് കേട്ടോ. എനിക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എപ്പം നമ്മുടെ കയ്യിൽ കിട്ടുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് ആവശ്യം വരുമ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എത്രയാണോ ലെങ്ത്ത് വേണ്ടത്, വീതി വേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് വീതി നീളമൊക്കെ അളന്നിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തോളാം. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ജാസ്മിൻ ബഡ്സൊക്കെ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം നിങ്ങൾ തണ്ടൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക, അതായത് തണ്ടിന് ഒരുപാട് ലെങ്ത്ത് വേണ്ട, അതുകൊണ്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ലെങ്ത്ത് ഉള്ള തണ്ട് വെച്ച് എന്ത് സംഭവിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ, ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. ഇതാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്, അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലെങ്ത്തുള്ള ജാസ്മിൻ ബഡ്സ് വെച്ച് എന്താണ് അത് ഇളകി വരുമെന്നൊക്കെ. പിന്നെ ഇത് ഈ ജാസ്മിൻ ബഡ്സിൻ്റെ ഈ എൻഡിൽ വന്നിട്ടും അതുപോലെ തന്നെ ഈ ജാസ്മിൻ ബഡ്സ് ഉണ്ടാക്കിയിരിക്കണം ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ്. അത് ഏതോ ഒരു ഇത്തിരി എനിക്ക് തോന്നുന്നു ഒരു ക്വാളിറ്റി കൂടിയ ഒരു ടിഷ്യൂ ആണ് ഇവർ യൂസ് ചെയ്തിരിക്കണം തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടുകയും ചെയ്യും. അതുപോലെ പെട്ടെന്നൊന്നല്ല അടർന്നു വരില്ല പറഞ്ഞാൽ അതായത് ഈ ജാസ്മിൻ ബഡ്സ് ടിഷ്യൂയോടെ ഇങ്ങനെ അടർന്നു വരികയല്ലാതെ ആ ഒരു മോഡല് സെപ്പറേറ്റ് ആവുക, ഇല്ലെങ്കിൽ ജാസ്മിൻ ബഡ്സ് സെപ്പറേറ്റ് ഓരോന്നായി പേർന്ന് വരിക, അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. ജാസ്മിൻ ബഡ്സ് എന്താ പറയുക, മൊത്തത്തിൽ വലിച്ചു കഴിഞ്ഞാൽ ബഡ്സ് മൊത്തത്തിൽ കേടുവന്ന് പോവുകയുള്ളൂ. ഇല്ലാതെ ഒരിക്കലും ജാസ്മിൻ ബഡ്സ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ അഴിഞ്ഞു വീഴുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത്രയ്ക്ക് സ്ട്രോങ് ആണ് നമ്മുടെ ഗ്ലൂകൾ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഈ 8000 യൂസ് ചെയ്യാം, ട്രാൻസ്പെറൻ്റ് ആയത് കുഴപ്പമില്ല. പക്ഷെ അത് നമ്മൾ കുറച്ച് നേരം ഒന്ന് പിടിച്ച് നിൽക്കണമല്ലോ. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ, പെട്ടെന്നുള്ള ഓർഡേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഞാൻ പോളൻ എടുത്തു, പക്ഷെ എനിക്ക് വെച്ച് കൊടുക്കാൻ ഇഷ്ടമായില്ല. അപ്പം ഞാൻ വിചാരിച്ചു പ്ലെയിൻ ആയിട്ട് തന്നെ ചെയ്യാമെന്ന്. എന്നിട്ട് നമ്മുടെ ഗ്ലൂ ഇതിൽ നമ്മുടെ സെൻറ്റർ ക്ലിപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായി ചൂടായതിന് ശേഷം നിങ്ങൾ ഒട്ടിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഗ്ലൂ ഗണ്ണ് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണേ, ചിലപ്പോൾ അതായത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കരുത്. ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ 8ൻ്റെ അല്ല 16ൻ്റെ പണി കിട്ടും. എനിക്ക് കിട്ടിയതുകൊണ്ടാണ് പറയണത്. അതുപോലെ തന്നെ ഗ്ലൂ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം, ഗ്ലൂ ഗണ്ണ് നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ഒട്ടിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഇളകി വരാനുള്ള ചാൻസൊക്കെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. കണ്ടില്ലേ എന്തൊരു ഗിൽട്ടാ നോക്കിയ കയ്യിൽ, ഇത്രയും വൃത്തിയോട്ടൊരു ഷീറ്റ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇത്രയ്ക്ക് ഗിൽട്ട് പോണത് കേട്ടോ. അപ്പോൾ ഞാൻ അടിവശത്ത് വെച്ച് കഴിഞ്ഞാൽ തലയിലൊക്കെ വെച്ചാലും ഇപ്പോൾ തൊടുമ്പോഴൊക്കെ എല്ലാവരുടെയും കയ്യിലാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗിൽട്ട് വന്നിട്ട് മേൽഭാഗത്തേക്ക് ആക്കി നോക്കി വെക്കാമെന്ന്. എന്നിട്ട് നമ്മുടെ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മുടെ ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒട്ടിച്ചില്ല, അതേപോലെ ഗ്ലൂ ആദ്യം ഷീറ്റിലേക്ക് അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ക്രോസായി വെക്കുക.
ക്രോസായി ഇപ്പം നമ്മൾ നീളമുള്ള ജാസ്മിൻ ബഡ്സ് തണ്ട് കട്ട് ചെയ്യാതെ വെച്ചാൽ കൂടെ ആ 2 സൈഡിലേക്കും അതിൻ്റെ ആ തണ്ടിൻ്റെ ആ ലെങ്ത്ത് ആ കാല് കാണും. അപ്പോൾ എന്തായാലും അത് നമ്മൾ കട്ട് ചെയ്ത് കളയും. പക്ഷേ ആ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു വൃത്തികേടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. എനിക്ക് തോന്നുന്നു എല്ലാവരും കുറച്ച് പേരെങ്കിലും ഇങ്ങനെയായിരിക്കും ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ജാസ്മിൻ ബഡ്സൊക്കെ ഇതുപോലെ ക്രോസായിട്ട് വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 എണ്ണം ഇതുപോലെ ഗ്ലൂ തേച്ചിട്ട് 2 എണ്ണം ഇങ്ങനെ ഒട്ടിച്ച് ഇങ്ങനെ ഇരട്ട കുട്ടികളെ പോലെ ആക്കി കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ താഴെ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ 3 എണ്ണം വെച്ചില്ലേ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലൊക്കെ എന്താണ് ആ ഗ്യാപ്പ് കണ്ടുകൊണ്ട് ആ സെൻറ്ററിലൊക്കെ പോളൻ വെക്കാം. പക്ഷേ ഞാൻ ജാസ്മിൻ ബഡ്സ് വെച്ചിട്ട് തന്നെയാണ് കവർ ചെയ്യണത്. എനിക്ക് തോന്നുന്നു അതായത് ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയെന്നറിയോ, ഈ 2 ജാസ്മിൻ ബഡ്സ് വെച്ചിട്ട് പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇതിൽ 3ാമത്തെ വരുന്നത് ജാസ്മിൻ ബഡ് തന്നെയാണ്. അതിൻ്റെ പകരം പോളൻ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ ഒരു മോഡൽ എനിക്ക് ഇഷ്ടമല്ലെന്നാണ് പറഞ്ഞത്. ബട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ജാസ്മിൻ ബഡ്സിൻ്റെ സെൻറ്ററിൽ പോളൻ വെച്ചാൽ നന്നായിരിക്കുന്നത്. പക്ഷേ ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ബഡ്സ് ആണെന്ന് പെട്ടെന്ന് അറിയും. ഇതാണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ജാസ്മിൻ ബഡ്സ് പോലെ ഇത്തിരിയെങ്കിലും തോന്നിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫുൾ ജാസ്മിൻ ബഡ്സ് തന്നെ ചെയ്യണത് കേട്ടോ. അതായത് നമ്മുടെ ഇത് പോളൻ സെറ്റ് ചെയ്യാതെ അങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ എല്ലാം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതായത് കനം കുറഞ്ഞല്ലേ എന്താ അതിന് പറയുക, ഒരുപാട് ഗുണ്ടല്ലാത്ത കുഞ്ഞു ജാസ്മിൻ ബഡ്സ് എടുത്തിട്ട് നിങ്ങൾ ഒട്ടിക്കുക കേട്ടോ. ഇതാദ്യം ഒരേ സൈസിലുള്ളത് എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ നല്ല വൃത്തികേടായിട്ടുണ്ടാവും. ഒരേ സൈസുള്ള ജാസ്മിൻ ബഡ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാണാനും നല്ലൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഞാൻ ഒരേ സൈസുള്ളത് നോക്കി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇല്ലാതെ എൻ്റെ കയ്യിലുള്ള എല്ലാം ഒരേ സൈസാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ തിരഞ്ഞിട്ടാണ് ഒരേ സൈസുള്ള ജാസ്മിൻ ബഡ്സ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ നമ്മുടെ എൻഡിലും വന്നിട്ട് ഇതെങ്ങനെയെന്നറിയില്ല കറക്റ്റായിട്ടോ ഞാൻ കട്ട് ചെയ്ത് വെച്ചത്. ഞാൻ ആക്ച്വലി എണ്ണിയിട്ടൊന്നുമല്ല കട്ട് ചെയ്ത്, ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് നമ്മൾ ചെയ്ത് എക്സ്പീരിയൻസ് ആകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ആ ഒരു സൈസിലാണെങ്കിലും അതിൻ്റെ ക്വാണ്ടിറ്റിയിലാണെങ്കിലും എല്ലാത്തിലും അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമുക്ക് മനസ്സിലാവും ഇതിന് ഇത്ര ബഡ്സ് മതി, ഇതിന് ഇത്ര ബഡ്സ് മതി എന്ന് നമുക്ക് എന്തായാലും തോന്നും. അപ്പോൾ അതുപോലെ നമ്മളിത് ഫുള്ളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം എല്ലാം ഒന്ന് ലെവലാക്കി കൊടുക്കുക. കറക്റ്റ് ഒരു ഒരു വടി പോലെ ആക്കി കൊടുക്കുക. കറക്റ്റ് എല്ലാം സെൻറ്ററൊക്കെ ആക്കിയിട്ട് ഒരു സൈഡ് കൂടി ഒരു സൈഡ് കുറഞ്ഞ് അങ്ങനെ ആക്കാതെ എല്ലാം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ. അപ്പോൾ ഗ്ലൂ ഗണ്ണിൻ്റെ ആരും അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് നീറ്റാക്കി കൊടുക്കുക. ഇപ്പം കണ്ടില്ലേ നല്ല രീതിയിൽ നല്ല സെൻറ്ററിൽ നല്ല സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഒരു വളവോ തിരിവോ ഒന്നും ഇല്ലാതെ. അതിനുശേഷം നിങ്ങൾക്ക് ജാസ്മിൻ ബഡ്സിൻ്റെ വലിയ മത്തങ്ങ സാധനം ഉണ്ടല്ലോ, മത്തങ്ങ ജാസ്മിൻ ബഡ്സ് എടുക്കുക. നല്ല വലുത് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചെറുതുപോലെ തോന്നും, പക്ഷേ ആക്ച്വലി അത് നല്ല വലുതാണ്. അത് നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ടിൻ്റെ ഫോട്ടോസും വീഡിയോസും ആഡ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും ജാസ്മിൻ ബഡ്സ് മേലെ വെച്ചതും താഴെ വെച്ചതും തമ്മിലുള്ള ഡിഫറൻസ്. മേ ബി ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ സെയിം പ്രോസസ്സ് തന്നെയാണ്. അതിൻ്റെ തണ്ടൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് എത്ര പീസ് വേണോ അത്ര വെക്കുക. അല്ലെങ്കിൽ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ആദ്യം മുറിച്ച് വെക്കുക. എന്നിട്ട് ബാക്കി അളവ് നോക്കിയിട്ട് ബാക്കി കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കാരണം എല്ലാം കട്ട് ചെയ്ത് വെച്ച് ചിലപ്പോൾ നമുക്ക് പിന്നീട് വേറെ എന്തെങ്കിലും യൂസ് ആവാതെ പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് പറയണത്. അപ്പോൾ നമ്മുടെ ആ ഹോളിൽ നമ്മൾ ഗമ്മ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. പിന്നെ നിങ്ങൾ മേലെ വെക്കാനുള്ള ജാസ്മിൻ ബഡ്സ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് തണ്ട് നീളത്തിലാക്കിയിട്ട് കട്ട് ചെയ്യുക. എന്നാലാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുത്തി ഇറക്കി വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അത് പേപ്പറാണ് ഒട്ടി കിട്ടിക്കോളും. പക്ഷെ കുറച്ച് തണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. തെറ്റുകളൊക്കെ മനുഷ്യന്മാരാണ്, തെറ്റുകളൊക്കെ സംഭവിക്കും, എല്ലാവരും ക്ഷമിക്കണം. ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കണതിൽ തെറ്റ് വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുന്നുണ്ട്. പിന്നെ ഇന്നലിട്ട വീഡിയോസ് അധികം ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. എന്ത് പറ്റി എല്ലാവർക്കും? മേ ബി എല്ലാവരും തിരക്കായിരിക്കാം. മൺഡേ ഒക്കെ ആയിരുന്നല്ലോ, ലീവൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്കൊക്കെ പോണ കുട്ടികളെ നോക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ശരി. നമ്മളവിടെ കേരളത്തിൽ പറയുമ്പോൾ സ്കൂൾ അടച്ചത് ഞാൻ ഓർത്തില്ല കേട്ടോ. തമിഴ്നാട് ആക്ച്വലി സ്കൂൾ അടച്ചിട്ടില്ല, ഈ മാസം പകുതിയൊക്കെ ആകുമ്പോഴേ അടയ്ക്കുള്ളൂ. അപ്പോൾ ഇന്ന് എന്തായാലും എല്ലാവർക്കും ബിസി ആയിരിക്കുമെന്ന് വിചാരിക്കണോ. വീഡിയോസ് എല്ലാവരും മുടങ്ങാതെ കാണണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്താ പറയുക, റിസ്ക് എന്ന് മീൻസ് എൻ്റെ ഒരു ഇതിൽ ഞാൻ ഭയങ്കര റിസ്ക് എടുത്തിട്ട് തന്നെയാണ് വീഡിയോസ് ചെയ്യുന്നതാണെങ്കിലും പ്രൊഡക്റ്റൊക്കെ ചെയ്യുന്നതാണെങ്കിലും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല തിക്കിൽ കിട്ടിയിട്ടുണ്ട്, എവിടെയും ഗ്യാപ്പില്ലാതെ നല്ല തിക്കിൽ നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഫോം ഷീറ്റ് ചിലപ്പോൾ അടിയോടെ വിട്ട് വന്നാലോ എന്നുള്ള സംശയമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. ഇതുപോലത്തെ ഒരു നമ്മുടെ ഗിൽട്ടർ ഫോം ഷീറ്റ് തന്നെയാണ് എൻ്റെ കയ്യിൽ, വേറെ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഗിൽട്ടർ ഫോം ഷീറ്റിൻ്റെ ഒരു കുഞ്ഞു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടിവശം ഉണ്ടല്ലോ, വേണമെങ്കിൽ രണ്ട് സൈഡും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റത്ത് സെൻറ്ററിലാക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താലും മതി. അതായത് നമ്മുടെ മേലെ വെച്ചിരിക്കുന്ന ആ ഫോം ഷീറ്റിലേക്ക് ഈ ഒരു കുഞ്ഞു പീസ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി പേർന്ന് വരുന്നുള്ള പേടി ആർക്കും വേണ്ട, മേലത്ത് ഫോം ഷീറ്റോട് അടർന്ന് വരുന്നുള്ള പേടി വേണ്ട കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഫോം ഷീറ്റൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ, ഗ്ലൂ ഗൺ ആക്കി കഴിഞ്ഞാൽ. അത് കാരണം നിങ്ങൾക്ക് അടർന്ന് വരുന്നുള്ള പേടിയൊന്നും വേണ്ട. പിന്നെ ചിലപ്പോൾ ഗമ്മ് ചൂടാവാതെ ഇല്ലെങ്കിൽ ഗമ്മ് സ്റ്റിക്ക് ശരിയല്ലെങ്കിലൊക്കെയാണ് ക്വാളിറ്റിയിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം. ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രോഡക്റ്റൊക്കെ നമുക്കത് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചിലപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അവരെയും പറയാൻ പറ്റില്ല. അവർ എത്രയോ പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഒരെണ്ണം ചിലപ്പോൾ കേടായി പോയി കഴിഞ്ഞാൽ അവരെയും കുറ്റം പറയാൻ പറ്റില്ല, നമ്മളെയും കുറ്റം പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷെ എന്നാലും മാക്സിമം നിങ്ങൾ ഗ്ലൂ ഗണ്ണൊക്കെ നന്നായി ചൂടായതിനു ശേഷം മാത്രം ഒട്ടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ കണ്ടില്ല, നിങ്ങൾക്ക് രണ്ട് സൈഡും വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ സെൻറ്ററിൽ മാത്രം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ സെൻറ്ററിൽ മാത്രമാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഈ ഒരു രണ്ട് ഹോള് കണ്ടോ, ഒരു ഹോളും കൂടെ നമ്മൾ മറിച്ച് കൊടുക്കണം. നമുക്ക് അവിടെ ആ ഹോളിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ കേട്ടോ, വേണമെങ്കിൽ ഒരു നിർബന്ധമില്ല, വേണമെങ്കിൽ നിങ്ങൾ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തതേ ഉള്ളൂ. ആ ഒരു പീസ് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ആക്ച്വലി അത് ഒരു കുഞ്ഞ് സൈസായത് തന്നെ നമുക്ക് കൈ വെച്ച് പ്രസ് ചെയ്യാൻ, അതിൻ്റെ ഉള്ളിലേക്ക് പ്രസ് ചെയ്യാൻ നമുക്ക് കിട്ടാത്ത കാരണമാണ് ഞാൻ കത്രികയും കൊണ്ട് ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ സെൻറ്റർ ക്ലിപ്പ് കൊണ്ട് നമുക്ക് ഓൺലൈൻ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊന്നും പോയി വാങ്ങിക്കരുത്, ഭയങ്കര വിലയാണ്. നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോറുകൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടാകും, അവരായിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ എക്സ്ട്രാ ബാക്കി എന്തെങ്കിലും ഭാഗങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കട്ട് ചെയ്ത് കളയുക, നീറ്റായിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ കടയിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. കണ്ടില്ലേ, നല്ല രീതിയിൽ നന്നായി ഒട്ടി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് തുറക്കുമ്പോഴാണെങ്കിലും ഇല്ലെങ്കിൽ ക്ലിപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴാണെങ്കിലും ക്ലോസ് ചെയ്യുമ്പോഴാണെങ്കിലും ഒന്നും വിട്ട് വരിക ഇല്ലെങ്കിൽ വിട്ട് വരുന്ന ഒരു സൂചന ഒന്നുമില്ല കേട്ടോ. അതും പറഞ്ഞിട്ട് ഓവർ പോയി പിടിച്ച് വലിക്കരുത്. കേട് വരണമെന്ന് വിചാരിച്ചിട്ട് പിടിച്ച് വലിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ക്ലിപ്പ് കേട് വരിക തന്നെ ചെയ്യും. നമുക്ക് ഇതിനൊന്നും, അതായത് വേണം വെച്ച് കേട് വരുത്തുന്നതിനൊന്നും നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ക്വാളിറ്റി വെച്ച് പറയുന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി നല്ല രീതിയിൽ നിന്നോളും. നിങ്ങളായിട്ട് പോയി കേട് വരുത്താതിരുന്നാൽ മതി, അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ജാസ്മിൻ ബഡ്സൊക്കെ നമുക്ക് ഓൺലൈൻ സ്റ്റോറുകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ റേറ്റൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക. എടുത്ത് ചാടി ഭയങ്കര റേറ്റിന് വാങ്ങിക്കരുത്. ഭയങ്കര റേറ്റിന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് അത്രയും പ്രോഫിറ്റ് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സെൻറ്റർ ക്ലിപ്പ് വന്നിട്ട് ഞാൻ മെറ്റലാണ് വാങ്ങിച്ചത്. എന്നിട്ട് ഞാൻ അതിൽ ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ചാണ്, അതായത് നമ്മുടെ ചുമരിലൊക്കെ അടിക്കുന്ന പെയിൻറ്റ് ഉണ്ടല്ലോ, അത് അടിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് കളർ മെറ്റൽ സെൻറ്റർ ക്ലിപ്പൊക്കെ അവൈലബിൾ ആണ്. എല്ലാവരും സെർച്ച് ചെയ്തിട്ട് നോക്കി വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നവരെ, വെറൈറ്റി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, വീഡിയോസൊക്കെ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ.